ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു പുതിയതായിട്ട് പണിതൊരു പാലമുണ്ട്. അവിടെ ഞാനിപ്പോൾ ഉള്ളത്. റോഡ് ക്രോസ് ചെയ്ത് വന്നു, അതുകൊണ്ട് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ കിടക്കുക. ഇതാട്ടോ, ഇപ്പം ഞാൻ നടന്നുകൊണ്ട് പോകുന്നില്ലേ, ഇത് തന്നെയാണ് പുതിയ പാലം. വലിയ പാലം കേട്ടോ, 2-3 വണ്ടിക്കൊക്കെ പോകാൻ പറ്റും. അത്രയും വലിയ പാലമാണ്. ഇത് കണ്ടില്ലേ, ഇത് ഇത്രയും നടന്നു പോകും കേട്ടോ ആൾക്കാർക്ക്. അക്കരെയുള്ളവർക്കൊക്കെ നടന്നു പോകാനായിട്ട് പറ്റുന്ന ഒരു വഴിയെന്ന് പറയാം. വലിയ പുഴ കേട്ടോ, കലക്കൽ വെള്ളം, മഴയില്ല. അപ്പുറ സൈഡും കാണിക്കാൻ ഞാൻ. ആൾക്കാരൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, ടൂറിസ്റ്റുകളാണ്. നല്ല കലങ്ങിയിരിക്കുക. കണ്ടോ, അവിടുന്ന് ഇത്രയും ദൂരമുണ്ട്. അവിടെ നിന്നാണ് ഞാൻ വന്നത്. ആ കാണുന്ന റോഡ് ക്രോസ് കിടന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അതുകൊണ്ട് ഞാൻ വീഡിയോ പാലത്തിൻ്റെ അവിടെ നിന്ന് എടുത്തത്. ഇത് ഈ കാണുന്നില്ലേ, ഇതായിരുന്നു നേരത്തെ ഞങ്ങൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന പാലായി. ഞാൻ പോവാവേ, അതിൽ നടന്നൊന്നും. ഇങ്ങനത്തെ പാലത്തൂടെ നടക്കാൻ നല്ല രസമാണ്. ഞാൻ അവിടെയാണ് ഉണ്ടായിരുന്നത്. അവിടെ ഇച്ചിരി വെയിലാണ്, ഇച്ചിരി തണൽ തൂരുവാണ്, ഇച്ചിരി ക്ലിയർ കിട്ടുമല്ലോ എന്നോർത്ത് എന്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലേ പോകേണ്ടത്, ഇതിലെ വണ്ടിയും കൊണ്ട് പോവാം, പക്ഷെ ഒരു ഓഫ് റോഡ് പോലെ ആവും. വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിട്ട് അതിൽ നടന്നു പോകണം കേട്ടോ. ഇത് അവിടെയാണ് ഞാൻ നിന്നത്. ഞാൻ വണ്ടി ഇറക്കി കേട്ടോ, വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഒറ്റ കൈ കൊണ്ടൊന്നും വരാൻ പറ്റില്ല അതിന്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇതിലിങ്ങനെ തോടിൻ്റെ സൈഡ് വരെ എത്തി. അവിടം വരെ ഒന്ന് നടന്നു വേണേൽ പോയി ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങളെ. അതിൻ്റെ തന്നെ അതേ റോഡിൻ്റെ കുറച്ച് താഴെ നോക്കി ഓഫ് റോഡിൻ്റെ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് ഇതിൽ പോകേണ്ട ഇതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. ഇത് കണ്ടോ, ഫുള്ള് ചേറ് പിടിച്ചിരിക്കുക. നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല ക്ലിയർ ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് തോടിൻ്റെ സൈഡ് വരെ ഒന്ന് പോവാം. അതൊക്കെ വണ്ടിയൊക്കെ കഴുകാം കേട്ടോ, വണ്ടിയൊക്കെ കഴുകണതിന് കുഴപ്പമില്ല. ഇതാണ് പുതിയ പാലത്തിൻ്റെ അടിഭാഗം. ഇതുണ്ടോ, അതെ നീണ്ട് കിടക്കും അങ്ങോട്ട്. ഇതുണ്ടോ, നല്ല കലക്കൽ വെള്ളം. ഇതുണ്ടോ, ഇതാണ് നടന്നു പോണ പാലം, പഴയ പാലം. നമുക്കതിലൊന്ന് നടന്നു പോയാലോ. തോട്ടിലേക്ക് ഞാൻ ഇറങ്ങിയില്ല. നമുക്കും ജസ്റ്റ് ഒന്ന് പാലത്തെ കൂടെ ഒന്ന് നടന്നു പോകാം. പുതിയ പാലം വന്നുകൊണ്ടേ, ഇതുവരെ നേരത്തെ അതിൽ തന്നെ ആയിരുന്നു നടപ്പൊക്കെ, പക്ഷേ ഇപ്പോൾ പുതിയ പാലം വന്നുകൊണ്ട് വണ്ടിക്കൊക്കെ പോകാമല്ലോ. ഇതിലൊരു ബൈക്കിനും സ്കൂട്ടിക്കൊക്കെ പോകാം കേട്ടോ. ഇതിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നു നേരത്തെയൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. ഇത് കണ്ടതേ, കട്ടിയൊക്കെയുണ്ട്.
നടക്കാൻ പറ്റുന്നതാണ്. ഇതുണ്ടോ, ഇപ്പം പണീനേക്കാളും നേരത്തെ ഉള്ള പാലങ്ങളല്ല ഇച്ചിരി കട്ടി കൂടുതൽ. അതുകൊണ്ട് പേടിക്കാതെ നമുക്ക് നടക്കാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അടിപൊളി. ആൾക്കാരൊക്കെ പോകുമ്പോൾ ഇച്ചിരി കുലുക്കം, അങ്ങനെ ഇല്ലായിരുന്നു കുലുക്കം. പിന്നെ ആൾക്കാരിപ്പം നടക്കുന്ന കുറവാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തേ. നേരത്തെ ചെറുപ്പത്തിലൊക്കെ ഇതിൽ നടക്കുമ്പോൾ പേടിയോ, കാരണം പാലം കിടന്നേ അനങ്ങാൻ തുടങ്ങുമായിരുന്നു നേരത്തെ. ഇത് കണ്ടു, ഇവിടെ ഒരു വിണ്ടലൊക്കെ വീണ്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലുള്ള പാലം എന്ന് പറഞ്ഞാൽ. ഇപ്പം പുതിയത് വന്നുകൊണ്ട് പഴയതിലിപ്പം നടന്നു പോകുന്നുണ്ട്, വണ്ടി കൊണ്ടൊന്നും പോകുന്നില്ലായിരിക്കും. എൻ്റെ അറിവിൽ ഇതിലെ വണ്ടി കൊണ്ട് പോകുന്നില്ല. അത്ര നല്ല പാലമായല്ലോ, നടന്നു പോകുന്നുണ്ട്. തിരിച്ചു പോവാണ്, ഫുള്ള് നടന്നു പോവല്ല, തിരിച്ചു പോവാം. ഇത് കോൺക്രീറ്റ് ഇല്ലേ, അതുകൊണ്ടാക്കിയേക്കുന്നു, സ്ലാബ് പോലത്തെ സാധനം. ഇത് കാണാം നമുക്ക്. ഇപ്പോൾ വെള്ളം കുറവാട്ടോ. ഞാനൊരു 3 ദിവസം അടുപ്പിച്ച് പെയ്തുകൊണ്ട് വെള്ളം ഇവിടെ ഇവിടെ കൈ കാണാമോ, അതേ അതിൻ്റെ പകുതി വരെ എത്തിയായിരുന്നു. ഇത് 2 ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ പുതിയ പാലത്തിൻ്റെ ഒപ്പം എത്തിയാനെ വെള്ളം. കാടൊക്കെ കയറി സൈഡിലിങ്ങനെ ചെറിയ കമ്പിയൊക്കെ ഉണ്ട് സേഫ്റ്റിക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലെ പുതിയ പാലവും പഴയ പാലവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ.